ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മെക്കാനിക്കൽ ഹാൻഡാണ്. അതായത് ഒരു കാർഡ്ബോർഡ് വെച്ചിട്ടൊരു മെക്കാനിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കൈ. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ സ്കൂൾ ഫ്രണ്ട്സിനൊക്കെ നല്ല എക്സിബിഷനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ഹെൽപ്പായിരിക്കും. നല്ലൊരു ക്രാഫ്റ്റ് പ്രൊജക്റ്റ് ആയിരിക്കും. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കിയാലോ. ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് ഒരു കട്ടി ലേശം കൂടുതലായിട്ടുള്ള പക്ഷേ കനം കുറഞ്ഞിട്ടുള്ള ഒരു കാർഡ്ബോർഡാണ്. അതായത് നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് കട്ടി കുറച്ച് കുറഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ നല്ല ഒരു സ്ട്രോങ്ങും കൂടെ ആയിരിക്കണം. അപ്പോൾ മാത്രമേ അത് നല്ല നമുക്കത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് നല്ല ഒരു ഇത് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം അത് അങ്ങനത്തെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഇതിനകത്ത് കുറേ ടെംപ്ലേറ്റ്സ് ഞാൻ പ്രിൻറ്റബിൾ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ട് അത് കട്ട് ചെയ്തെടുത്ത് നമ്മൾ ഈ കാർഡ്ബോർഡിനകത്ത് ട്രേസ് ചെയ്തെടുക്കണം. ഓക്കെ, അങ്ങനെ ട്രേസ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളത് കട്ട് ചെയ്ത് നല്ല ഷാർപ്പായിട്ടുള്ള ഒരു നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് അതായത് ഈ വീഡിയോ കാണുന്ന രീതിയിൽ തന്നെ. എന്നിട്ട് അതിന് ഉള്ളിൽ എന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന പീസിനുള്ളിൽ ഇട്ട് കുറേ ലൈൻസ് ഉണ്ട്. ആ ലൈൻസ് നമ്മൾ ചെറുതായിട്ട് അതിനകത്തൊരു കട്ട് കൊടുക്കുക. അതായത് അതിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിനുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ അത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഫോൾഡ് ചെയ്ത് ആ ഒരു പീസ് റെഡിയാക്കി എടുക്കും. നമ്മളിപ്പോൾ ആദ്യം ചെയ്യുന്നത് ഈ ഹാൻഡിൻ്റെ എന്ന് വെച്ചാൽ കൈയുടെ വിരലുകളാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ വിരലിൻ്റെ ഓരോ പീസസ് ഒരു വിരലിനൊരു 3 പീസ് ഉണ്ടല്ലോ, ആ 3 പീസ് പിന്നെ ഈ ഒരു വിരൽ നമ്മുടെ കയ്യിലേക്ക് കണക്റ്റ് ആയിട്ടിരിക്കുന്നത് 4ാമത്തെ പീസ്. അങ്ങനെ മൊത്തത്തിൽ ഒരു 4 പീസാണ് ഒരു വിരലിന് വരുന്നത്. പക്ഷേ നമ്മളെ തള്ളവിരൽ എന്ന് പറയുന്നത് അതിനെക്കാട്ടി ചെറുതായിരിക്കും. അപ്പോൾ അത് വേറെ രീതിയിലുള്ളത്. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ വീഡിയോയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇറങ്ങിയ ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ ആദ്യമേ ഈ അല്ലാത്ത 4 വിരലുകൾ ചെയ്യുന്നതാണ് ആദ്യം നമുക്ക്. സോ ആദ്യമേ ആ പീസുകൾ പക്ഷേ ഈ ഒരു വിരലിൻ്റെ ആ 4 പീസുകൾ നമ്മൾ റെഡിയാക്കി എടുക്കും. ഇതേപോലെ കട്ട് ചെയ്ത എല്ലാ പീസസും ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചെടുക്കും. ഓക്കെ, അപ്പം ഈ വീഡിയോയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ ഒരു ചെറിയൊരു പീസ് വെച്ചിട്ട് ആ 2 ഇപ്പോൾ നമ്മൾ ഓരോ പീസസ് അങ്ങോട്ടും ഇങ്ങോട്ട് ജോയിൻ ചെയ്യണം. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കും. ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ട് അതുപോലെ നമ്മളൊരു കാര്യം മനസ്സിൽ വെക്കുക, ഇത് യൂസ് ചെയ്യുന്ന നല്ല ആ ഒരു നല്ലൊരു പശ ആയിരിക്കും. ഒന്നെങ്കിൽ നല്ല ഒരു ഫെവിക്കോൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഗ്ലൂ ഗൺ ആയിരിക്കും നല്ലത്. അതായത് മറ്റേ നമ്മൾ ചൂടാക്കി എടുക്കത്തില്ല, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതേപോലെ ഇപ്പം ഈ കാണാൻ പറ്റുന്ന പോലെ ആ 3ാമത്തെ പീസിൻ്റെ മുകളിലായിട്ടാണ് ഈ വിരലിൽ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഉണ്ടല്ലോ, അത് അവിടെ നിന്നാണ് കണക്ട് ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഇങ്ങനെയാണോ അത് കണക്ട് ചെയ്തിരിക്കുന്നത് അതേപോലെ നമ്മൾ കണക്ട് ചെയ്തെടുക്കണം. ഓക്കെ, വീഡിയോക്കകത്ത് നമുക്ക് കാണുമ്പോഴത്തേക്ക് നല്ല മനസ്സിലാവുന്നുണ്ട്. എന്നാലും നമ്മളത് കുറച്ചുകൂടെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ നല്ലപോലെ നോക്കി ചെയ്യുക. അതേപോലെ ആ സെക്കൻഡ് പീസിൻ്റെ മുകളിലായിട്ടൊരു കവറുണ്ട്. അതായത് നമ്മൾ ഇത് അവസാനം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തിരിഞ്ഞ് ബാക്കിലോട്ട് ബെൻഡാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോപ്പിംഗ് മെഷീൻ സ്റ്റോപ്പിംഗ് അതിനകത്ത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പീസാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അത് അതേപോലെ പൊടിച്ചെടുക്കും. എന്താണ്ട് ഈ 4ാമത്തെ പീസും കൂടെ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു വിരൽ ഫിനിഷ് ആവും. ഇതേപോലെ തന്നെയാണ് ബാക്കി നമ്മൾ 4 വിരലുകൾ ഒരേപോലെ ഇതേപോലെ റെഡിയാക്കി എടുക്കും. പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പം തള്ളവിരൽ എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് നമ്മൾ കാണും. ഇപ്പോൾ വീഡിയോയ്ക്ക് കാണുന്ന രീതിയിൽ നല്ലപോലെ അത് വർക്ക് ആകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് തമ്പാണ്, അതായത് തള്ളവിരൽ. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ ആ ടെംപ്ലേറ്റിനകത്ത് കൊടുത്തിരിക്കുന്ന ഫസ്റ്റും 3ാമത്തെ പീസും 4ാമത്തെ പീസുമാണ് യൂസ് ചെയ്തത്. അതായത് 2ാമത്തെ പീസ് നമ്മൾ യൂസ് ചെയ്തത് അപ്പോഴത്തേക്ക് ആ വിരൽ കുറച്ചുകൂടി ചെറുതായിട്ട് കിട്ടും. അപ്പോൾ നമുക്കത് തള്ളവിരലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. പിന്നെ വീഡിയോ എല്ലാവരും കാണുന്നത് നല്ല ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കൈപ്പത്തിയാണ്, അതായത് പാം ഓഫ് ദ ഹാൻഡാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ടെംപ്ലേറ്റ് അതിനെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പ്രിൻറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്ത് നമ്മൾ കറക്റ്റായിട്ട് കാർഡ്ബോർഡിനകത്ത് ട്രേസ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിനുള്ളിലുള്ള ലൈൻ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ നോക്കില്ല. അത് ചെറുതായിട്ടൊരു ചെറിയ നമ്മളെ ബ്ലേഡ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. അതേപോലെ എല്ലാ പീസസിൻ്റെയും മെഷർമെൻറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനകത്ത്. അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കും. അപ്പോൾ ഇത് റെഡിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് മുന്നേ നമ്മൾ റെഡിയാക്കി വെച്ച ഫിംഗേഴ്സ് ഇതിനകത്ത് ഇതേപോലെ ആയിരിക്കും അത് ഫിക്സ് ആവുന്നത്. ഒട്ടിച്ച് നമ്മൾ അവസാനം ലാസ്റ്റ് ഒട്ടിച്ചെടുക്കും. ഇത് നല്ലപോലെ വന്ന് ഇതിൻ്റെ മൂവ്മെൻറ്റ് നല്ല സ്മൂത്തായിട്ട് മൂവ്മെൻറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് വേറെ ചെറിയൊരു കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന രീതിയിൽ ചെറിയ അവിടെ കട്ടിട്ടിട്ട് അവിടെ ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. അതായത് വീഡിയോ കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് അവിടെ 2 പീസ് അപ്പുറത്ത് വരുന്ന രീതിയിൽ ഓരോ ഫിംഗേഴ്സിനും. അപ്പോഴേ മാത്രമേ നമ്മൾ ആ വിരലുകൾ ഇങ്ങനെ മടങ്ങുമ്പോഴത്തേക്ക് സ്മൂത്തായിട്ട് മടങ്ങും. ഓക്കെ, ഇതേപോലെ മടക്കിയെടുക്കുക.
എന്നിട്ട് വേണം നമ്മളവിടെ ഫിംഗേഴ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടി. ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു വിരലുകൾ കറക്റ്റായിട്ട് നമ്മൾ ബെൻഡായി കിട്ടും നമ്മൾ അവസാനം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. കണ്ടു ഇപ്പോൾ നമ്മൾ അതിനകത്ത് വീഡിയോ കാണുന്ന രീതിയിൽ കറക്റ്റ് സ്മൂത്തായിട്ട് അത് ബെൻഡാവും. അപ്പോൾ നമ്മൾ അവസാനം എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അവസാനം ഒട്ടിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൈ ഏകദേശം ഇതേപോലെയൊക്കെ ഇരിക്കും. ഇനി നമുക്കിതിനകത്ത് നമ്മൾ കൈ ബെൻഡ് ചെയ്തിട്ട് നമ്മൾ ഈ കൈ തിരിച്ച് ബാക്കിലോട്ട് പോകണമല്ലോ. അപ്പോൾ അതിനുള്ളൊരു മെക്കാനിസം അത് എങ്ങനെയാണെന്ന് നമ്മൾ ഇനി അടുത്ത് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എല്ലാ പീസസിനകത്തും എല്ലാം എന്ന് വെച്ചാൽ വിരലിൻ്റെ എല്ലാ പീസിലും ഓരോ അല്ലാത്ത നമ്മൾ വേറൊരു കാർഡ്ബോർഡ് ചെറിയ പീസ് ഒട്ടിച്ചിടും. എന്നിട്ട് അതിനകത്ത് റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ അതിനകത്ത് വെച്ചാൽ രണ്ട് എന്ന് വെച്ചാൽ സെക്കൻഡ് പീസും തേർഡ് പീസുമായിട്ട് ഇങ്ങനെ കണക്ഷൻ കൊടുക്കും. അതേപോലെ തേർഡ് പീസും ഫോർത്ത് പീസുമായിട്ട് ഇങ്ങനെ കണക്ഷൻ. അപ്പോഴത്തേക്ക് നമ്മളെ വിരൽ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഓക്കെ. നമ്മൾ ഇവിടെ കാണുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഉള്ളിലോട്ട് ബെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വേറെ ഫോഴ്സ് കൊടുക്കാതെ തന്നെ ആ വിരൽ തിരിഞ്ഞ് ബാക്കിലോട്ട് പോകും. അതാണ് ഒരു മെക്കാനിസം എന്ന് വെച്ചാൽ നമ്മൾ വിരൽ പിന്നെ സ്ട്രെയിറ്റ് ആവണം. അതിന് വേണ്ടിയിട്ടുള്ള മെക്കാനിസം. ഇതേപോലെ എല്ലാ ഫിംഗേഴ്സിലും നമ്മൾ ചെയ്തെടുക്കാം. ഓക്കെ. ഇപ്പോൾ കാണുന്ന രീതിയിൽ നമ്മളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ കണ്ട പോലെ എല്ലാത്തിനകത്ത് റബ്ബർ ബാൻഡ് കറക്റ്റായിട്ട് ഇട്ട് നമുക്ക് ശരിയാക്കിയിടും. വളരെ ഈസിയാണ്. നമ്മൾ ചെയ്ത് ഇച്ചിരി ഇതാവണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളെയൊക്കെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതി അറിയിപ്പിക്കുക. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് പറഞ്ഞ് അറിയിപ്പിക്കുക. ഇനി ഇതേപോലത്തെ സെയിം വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. എൻ്റെ ചാനലിനകത്ത് ഇനിയും ഇതേപോലത്തെ വേറെ വീഡിയോസ് ഉണ്ട്, അതും കാണാൻ ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു എവരിബഡി.